ന്യൂ ടാക്സ് റെജീമില് പ്രത്യേകിച്ച് ഡിഡക്ഷനോ എക്സംഷനോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്കറിയാം, 1 April 2026 മുതൽ ഇന്ത്യയിൽ പുതിയ ഇൻകം ടാക്സ് ലോ നിലവിൽ വരികയാണ്. നിങ്ങളുടെ സാലറി ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ചിൽഡ്രൻ അലവൻസ് ആണ്. ചിൽഡ്രൻ അലവൻസിൽ 2 അലവൻസ് ഉണ്ട്. ഒന്ന് എഡ്യൂക്കേഷൻ അലവൻസും മറ്റൊന്ന് ഹോസ്റ്റൽ അലവൻസും. പണ്ട് എഡ്യൂക്കേഷൻ അലവൻസിന് 100 റുപ്പി പെർ മന്ത് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് 3000 റുപ്പി പെർ മന്ത് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റൽ അലവൻസ് പണ്ട് 300 റുപ്പി പെർ മന്ത് ആയിട്ടുള്ളത് ഇപ്പൊ 9000 റുപ്പി പെർ മന്ത് ആയി. നിങ്ങളുടെ സാലറി ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ സേവ് ചെയ്യാൻ പോകുന്നത് 1,44,000 രൂപയുള്ള അലവൻസ് ആണ്. അതുപോലെ തന്നെ മീൽസ് വൗച്ചർ പണ്ട് 50 റുപ്പി പെർ മീല് ടാക്സ് ഫ്രീ ആയിരുന്നു. ഇപ്പൊ അത് 200 റുപ്പി പെർ മീല് ടാക്സ് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ആണ്. പണ്ട് 5,000 പെർ ഗിഫ്റ്റ് ടാക്സ് ഫ്രീ ആയിരുന്നു. ഇപ്പൊ അത് 15,000 പെർ ഗിഫ്റ്റ് ടാക്സ് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയർ നമുക്ക് തരുന്ന ലോണ് പണ്ട് 20,000 വരെയുള്ള ലോണ് ടാക്സ് ഫ്രീ ആയിരുന്നു. ഇപ്പൊ അത് 2 lakh വരെയുള്ള ലോണായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി HRIയിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ്. പണ്ട് 50% ഓഫ് സാലറി നമുക്ക് 4 സിറ്റികൾക്കുള്ളിൽ താമസിച്ച കിട്ടുമായിരുന്നു. അത് ഏതായിരുന്നു 4 സിറ്റികള്? മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. ഇപ്പോ 4 സിറ്റി കൂടി ഇൻ അഡീഷൻ ടു ദിസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ബാംഗ്ലൂര്, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ്. അപ്പൊ പുതിയ ഇൻകം ടാക്സിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫുൾ സാലറി ബെനിഫിറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ DM എന്ന് മെൻഷൻ ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ഫോളോ